നമസ്കാരം. അമേരിക്ക ടുഡേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ഈ സൂപ്പർ ഡൂപ്പർ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അമൃത ജീവൻ. ഇന്ന് നമ്മോടൊപ്പം കേരളത്തിൻ്റെ 2 പ്രിയപ്പെട്ട താരങ്ങളുണ്ട്. നമുക്കവരെ പരിചയപ്പെടാം. നമസ്കാരം. അമേരിക്ക ടുഡേയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം. ഇന്നത്തെ അമേരിക്ക ടുഡേയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ട്രീറ്റ്, ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ കൂടെയുള്ള ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് അദ്ദേഹം മാജിക് അങ്കിളാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മളുടെയൊക്കെ പ്രായമൊക്കെ മറന്ന് വളരെ യങ് ആയിട്ട് ഒരു മാജിക്കൽ വേൾഡിൽ അദ്ദേഹം നമ്മളെപ്പോഴും കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനത്തെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പേഴ്സണാണ്. ഹീസ് നൺ അതർ ദാൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട്. അദ്ദേഹത്തെ നമുക്ക് അമേരിക്ക ടുഡേയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഗോപിയേട്ടാ, സ്വാഗതം. വളരെ സന്തോഷത്തോടു കൂടി നമസ്കാരം ദിവ്യ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വന്നപ്പോൾ ഒരുപാട് ആളുകളെ കണ്ടു, പക്ഷേ ദിവ്യയെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം കുറേ വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും കാണുന്നു. ഈ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. മാജിക്കിൻ്റെ എന്താ പറയുക, ഞാൻ ജാലവിദ്യ തുടങ്ങുന്ന ആ കാലത്ത് അന്നു മുതലേ പരിചയമുണ്ട്. എനിക്ക് ദിവ്യയെ പരിചയമുണ്ട്. ദിവ്യ ഒരു പക്ഷേ സിനിമയിൽ വരുന്നതിന് മുമ്പേ എന്നെ പരിചയമുണ്ട്. നമ്മുടെ ഷോ കണ്ടിട്ടുണ്ട്. മാജിക്കിനകത്ത് ഒരുപാട് ദിവ്യ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ സത്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം മാജിക്കിൻ്റെ രംഗത്ത് എനിക്ക് പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടും ദിവ്യ അന്ന് വളരെ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയത്ത് സത്യം റിയലി ടെല്ലിങ് അത് പറയാതെ വയ്യ. അതിൻ്റെ ഒരു നന്ദി ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ മാന്ത്രിക ഒപ്പനയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ദിവ്യ മണവാട്ടിയായിട്ട് വരുന്നതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ദിവ്യയെ അവിടെ മണവാട്ടിയായിട്ട് വരും. ദിവ്യയ്ക്ക് പകരം വേറെ ആരെങ്കിലും മണവാട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓഡിയൻസ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിൻ്റെ ഒരു
ഞാനിവിടെ വെച്ചുകൊണ്ട് ഞാനത് തീർച്ചയായിട്ടും അന്നും ഇന്നും എൻ്റെ മാജിക് ഗുരു, എൻ്റെ ഫേവറേറ്റ് മജീഷ്യൻ, എൻ്റെ എന്താ പറയുക, എന്നെ മാന്ത്രിക ലോകത്ത് എപ്പോഴും വിസ്മയിപ്പിക്കുന്ന, ജസ്റ്റ് സ്റ്റേജിൽ മാത്രമല്ല അതല്ലാണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും എപ്പോഴും എന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ആളുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇവിടെ നമ്മുടെ വരുന്ന സമയത്ത് എൻ്റെ ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ദിവ്യ ഇപ്പോഴും കലാരംഗത്ത് വളരെ ശക്തമായിട്ട് മുന്നേറുന്നു എന്നുള്ളത്. സിനിമയല്ലെങ്കിൽ പോലും അതിന് വ്യത്യസ്തമായിട്ട് നൃത്തം, പഴയ ഇഷ്ടം സിനിമയിൽ വരുമ്പോഴും ദിവ്യയുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ദിവ്യയുടെ മനസ്സിൽ മുഴുവൻ നൃത്തമായിരുന്നു, തുള്ളിക്കളിക്കുകയായിരുന്നു അല്ലേ മനസ്സ് മുഴുവൻ. അപ്പോൾ ആ ഡാൻസിൻ്റെ ലോകത്തിന് എപ്പോഴും നിലനിൽക്കുന്നു. ഒരുപാട് ശിഷ്യഗണങ്ങൾ അമേരിക്കയിലുണ്ടാകുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഇവിടെ പരിചയപ്പെടുന്ന എല്ലാ മലയാളികളും ദിവ്യയെ പറ്റി പറയുന്നു വളരെ പോസിറ്റീവാണ്, വെരി ഹമ്പിളാണെന്ന് പറയുന്നു. അല്ല, അത് വലിയ കാര്യമാണ്. അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് ചെറുപ്പത്തിൽ അസോസിയേറ്റ് ചെയ്തിരുന്നവരൊക്കെ വളരെ ഹമ്പിൾ ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും ഗോപിയേട്ടൻ ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് വളരെ മാജിക്കൽ ആയിട്ടുള്ള ഒരു, നാച്ചുറലി നിങ്ങൾ എവിടെ പോയാലും മാജിക്കൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ക്രിസ്മസ് സമയം ഇവിടുത്തെ വളരെ മാജിക്കൽ ആയിട്ടുള്ള ഒരു സമയമാണ്. കാരണം ഈ സാന്റാക്ലോസ് അപ്പൂപ്പൻ്റെ ഒരു ബിലീഫ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ലതായിട്ടിരുന്നാൽ അദ്ദേഹം അതൊരു പുള്ളിയൊരു കുഞ്ഞു മജീഷ്യനെ പോലെയൊക്കെയാണ്. ആരും കാണാണ്ട് വന്ന് ഗിഫ്റ്റ് വെച്ചിട്ട് പോകുന്നു, അദ്ദേഹത്തിന് പാലും കുക്കീസും വെക്കുന്നു, അത് രാവിലെ ആകുമ്പോൾ കാണാണ്ടാവുന്നു, അതിന് പകരം അവിടെ ഗിഫ്റ്റ് ഇരിക്കുന്നു. അങ്ങനത്തെയൊക്കെ ഒരു വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി സമയത്താണ് ഗിഫ്റ്റ് വെച്ചിട്ട് പുള്ളിക്ക് വെച്ചേക്കണ സാധനങ്ങൾ കൊണ്ട് പുള്ളി പോകും. പാലും കുക്കീസും ആണ് പ്രിയപ്പെട്ട ഭക്ഷണം. അപ്പോൾ കുട്ടികൾ രാവിലെ തുറന്നു നോക്കുന്ന സമയത്ത് ഗിഫ്റ്റ് ഉണ്ടാവും. അതെ അതെ. അപ്പൊ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ എംപ്റ്റി ഗ്ലാസ് കണ്ട അതിന്റെ അർത്ഥമോ സാന്റാക്ലോസ് അപ്പൂപ്പൻ വന്നു. അത് വന്ന് കാണാത്ത രീതിയിൽ ഗിഫ്റ്റ് വെച്ചിട്ട് പോകുന്നതാണ് ഇവിടത്തെ. രാവിലെ തുറന്നു നോക്കുമ്പോ അപ്പൊ നമ്മള് നല്ല കുട്ടികളായിട്ടിരുന്ന് നോട്ടി ലിസ്റ്റിൽ കയറിയ ഗിഫ്റ്റ് കിട്ടില്ല. അപ്പൊ വർഷം ഫുൾ ഇയർ റൗണ്ട് പേരൻസ് പറയും make sure you don't get into the naughty list. അപ്പോൾ naughty ലിസ്റ്റിൽ കയറിയാൽ പ്രസന്റ് ഇല്ല ആ ക്രിസ്മസ്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ആലോചിച്ചതാ ഈ ഒരു വേഷമൊക്കെ ഇട്ടിട്ടേ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് മാജിക് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ രസമായിരിക്കുന്ന. അതിന് വേഷമൊന്നും വേണം, ഞങ്ങൾ റെഡിയാണ്. മാജിക് ഇതുപോലെ മതി നടത്തും, ഇതുപോലെ മതി, മാജിക് മതി. ഈ ഡ്രസ് ഇട്ടാലും അതുപോലെയാണെന്നാണ് അർത്ഥം. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കി പറഞ്ഞപ്പോ എനിക്ക് സംശയം അതിന്റെ പേരിലാണ്. എനിക്ക് ദിവ്യ പഴയ മാജിക് ഒക്കെ മറന്നോ ഇപ്പൊ? അയ്യോ ഇല്ലില്ല, ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ എന്നാ ചെയ്യോ, പ്രസന്റ് ചെയ്യോ, പെർഫോം ചെയ്യും? എന്റെ മാജിക് ഗുരുവാണെന്ന് ഞാൻ പറഞ്ഞു. ഗുരുവിന്റെ മുമ്പിൽ എപ്പോഴും നമ്മൾ ഹമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ, ഹമ്പിൾ ആണെന്ന്. നമുക്കൊരു പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മാജിക് ചെയ്യാം. ദിവ്യ ചെയ്യണത് മാജിക്. ഓക്കെ, ഈ ദിവ്യയുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലൂ സിൽക്ക്, ഈ സിൽക്കിൽ തുടങ്ങാം. സിൽക്ക് പിടിച്ചോളൂ. ഇനി ഞാൻ അത് ദിവ്യയുടെ കർച്ചീഫ് കേട്ടോ. എൻ്റെ കർച്ചീഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈറ്റ് കർച്ചീഫ്, സാധാരണ ഒരു കർച്ചീഫ്. അപ്പോൾ ഈ കർച്ചീഫും ആ കർച്ചീഫും കൂടി ചേർത്ത് വെച്ചിട്ട് മാജിക് ചെയ്യാണ്. രണ്ട് സൈഡും പ്രേക്ഷകർക്ക് കാണാം, വളരെ ക്ലിയറാണ്, ക്ലീനാണ് അല്ലേ? അപ്പോൾ ഞാൻ ഈ കർച്ചീഫ് എടുത്തു, ഇതിൻ്റെ നടുവിലായിട്ട് ഞാൻ ഹോൾ ഇട്ടു. ഓക്കെ, ദിവ്യയുടെ കർച്ചീഫിന് ഇതിനകത്ത് മേളിൽ വെച്ചു. ഇപ്പോഴും ക്ലിയർ ആയിട്ട് ഓഡിയൻസിന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ദിവ്യയുടെ മാജിക് വാൻഡ് അല്ലെങ്കിൽ മാജിക് പാസ് അല്ലെങ്കിൽ മാജിക്കൽ ആക്ഷൻ എത്രമാത്രം എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ആക്ഷൻ കാണിച്ചു, ആക്ഷൻ കാണിച്ചു. ഇതിനകത്ത് സിൽക്ക് പോയിട്ടുണ്ട്. ആൻഡ് വാച്ച് ഇറ്റ് ഗോൺ. മതിയല്ലോ, ആക്ഷൻ കാണിക്കുന്നവരാണ് മജീഷ്യൻ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ ഞാനല്ല മാജിക് കാണിച്ചത്, ദിവ്യ മാജിക് കാണിച്ചത്. ഇപ്പോൾ പക്ഷെ നമ്മളിതൊക്കെ എന്ത് പറഞ്ഞാൽ ഓഡിയൻസ് സംശയിക്കേണ്ട കർച്ചീഫ് ഇവിടെ പോയി എന്നുള്ളത്. കർച്ചീഫ് ഇവിടെ തന്നെയുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ ഓഡിയൻസിന്റെ ഭാഗത്താണ്. നമുക്ക് എന്തായാലും നടന്ന് സംസാരിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. Reflection Media, Houston, Texas. പുലിയാണ് കേട്ടാ. ഗോപിയേട്ടാ, ഞങ്ങളിവിടെ ഡാൻസ് സ്കൂളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരു റെയിൻ സോങ് ചെയ്തു. അപ്പോൾ റെയിൻ സോങ് ചെയ്തപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുട പിടിക്കണു, അങ്ങനെ മഴ കാണിക്കണു, അഭിനയം വഴിയെല്ലാം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇല്ല, അതാണ്. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, ദിവ്യ ചേച്ചി, ഇസ് ദർ എനി വേ ഇറ്റ് ക്യാൻ റിയലി റെയിൻ വൈൽ വി ആർ ഡാൻസിങ്, ദാറ്റ് വിൽ ബി സോ കൂൾ എന്ന് പറഞ്ഞു ഇവിടുത്തെ കുട്ടികൾ. ഞാൻ പറഞ്ഞു, വെൽ ദാറ്റ് വിൽ ബി കൂൾ, പക്ഷേ I don't know how to do it, പക്ഷേ I know somebody who has done that എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഞാൻ, നമ്മുടെ സിനിമാ താരം ദേവനുണ്ടല്ലോ,
അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അതെ അതെ അതെ. അദ്ദേഹത്തെ വെച്ചുകൊണ്ട് നമ്മളൊരു മാജിക് ചെയ്തിരുന്നു. അപ്പോൾ അത് ടാഗോർ തിയേറ്ററിലാണ് ചെയ്യുന്നത്. പ്രോഗ്രാമിൻ്റെ പേര് വിസ്മയ മൽഹാർ എന്നാണ്. അപ്പോൾ അതിനകത്ത് ഇതാണ് ഈ സംഭവമാണ്. സ്വാതി തിരുനാൾ എന്ന് പറയുന്ന ആൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയുടെ ഒരു കഥ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് ഈ സ്വാതി തിരുനാളിന് മുമ്പിൽ ഒരു മാന്ത്രികൻ വരുന്നതും സ്വാതി തിരുനാൾ ഇതുപോലെ തന്നെ മഴ പെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് മാജിക്കുകാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കൈവീശുന്ന സമയത്ത് ടപ്പേ മഴ പെയ്യും. അപ്പോൾ അത് ഓഡിറ്റോറിയത്തിനകത്ത് മഴ പെയ്യിപ്പിച്ചു നമ്മൾ. അപ്പോൾ അന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ പ്രോഗ്രാം കണ്ടിരിക്കുകയാണ്. പുള്ളി ഭയങ്കര സർപ്രൈസ് ആയി. പുള്ളി പിന്നെ പ്രസംഗത്തിനകത്ത് പറഞ്ഞു, പുള്ളി മഴയില്ലാത്ത കാലത്ത് ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും മഴ പെയ്യിപ്പിക്കാമെന്നൊരു നമുക്ക് അതിന്റെ അതൊന്നും കൂടി ഒന്ന് ആസ്വദിച്ചാലോ? നമുക്ക് ക്ലിപ്പിംഗ് കാണാമല്ലോ, അല്ലെ? ഓഡിയൻസിന് കാണുന്ന സമയത്ത് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്താണെന്നല്ലോ. ഓക്കെ. ആരോ വരുന്നുണ്ടല്ലോ. മഞ്ചൽക്കാരുടെ മൂളലിൽ പോലും സംഗീതമുണ്ട്. സംശയിക്കേണ്ട, അത് മഹാനായ സ്വാതി തിരുനാൾ തന്നെ. എന്തുപറ്റി? തിരുമനസിനെ കാണാനില്ല. കാണാനില്ലെന്നോ? തോളേറ്റി വരുന്ന മഞ്ചലിൽ നിന്നും അദ്ദേഹം എങ്ങോട്ട് മാഞ്ഞു പോകാൻ? നോക്കട്ടെ. देवन के पति इंद्र, देवन के पति इंद्र, तारा के पति चंद्र, तारा के पति. കേട്ടോ ശങ്കുണ്ണി, അടിയൻ. ഈ തമ്പാനും ഷട്കാല ഗോവിന്ദമാരാരുമാണ് എന്നെ ഏറ്റവും അധികം വിസ്മയിപ്പിച്ചവർ. ഒരാൾ സംഗീതത്തിൻ്റെ 6 കാലത്തിലുള്ള ആരോഹണം കൊണ്ട്, മറ്റേയാൾ കണ്ണഞ്ചിപ്പിക്കുന്ന ജാലം കൊണ്ട്. അമൃതവർഷിണി പാടാതെ അരഞ്ഞൊടി കൊണ്ട് മഴ പെയ്യിച്ചയാളാണിയാൾ. അന്നതിൻ്റെ സൂത്രം ചോദിക്കാൻ മറന്നു. വീണ്ടും ഒന്ന് കാണണമെന്ന് തോന്നിയപ്പോഴേക്കും മാന്ത്രികൻ മറിഞ്ഞിരുന്നു. ഞാനും അത് തന്നെയാണ് അറിയാൻ കാത്തു നിൽക്കുന്നത്. ഏത് കാര്യവും പറഞ്ഞറിയുന്നതിനേക്കാൾ അനുഭവിച്ചറിയുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിലുള്ള മാന്ത്രിക വിദ്യ ഞാൻ കാണിച്ചു തന്നു. ഇതിലും വലിയൊരു ജാലം അങ്ങയുടെ കയ്യിലുണ്ടല്ലോ. സംഗീതം മഴയേക്കാൾ മധുരം, പുഴയേക്കാൾ സുന്ദരം, പൂക്കളേക്കാൾ സുഗന്ധപൂരിതം. അതൊന്ന് കേൾക്കണമെന്നുണ്ട്. ആയുധമില്ലാത്ത യോദ്ധാവിനെ പോലെയാണ് ഇപ്പോൾ ഞാൻ. ഒരു വീണ പോലും കയ്യിലില്ലല്ലോ. വഴിയുണ്ടാക്കാം.
ഗോപിയേട്ടാ, നമ്മളിപ്പോൾ ഈ മാജിക്കിൽ തന്നെ മാജിക് ഗുരുവിനോട് ഞാൻ മാജിക്കിൻ്റെ സജഷൻ പറയാം. ഇത് വലിയ വിരോധാഭാസമാണ്. എന്നാലും ഒരുപാട് ടൈപ്സ് ഓഫ് മാജിക് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരുന്നതല്ല ഇപ്പോൾ. പിന്നെ അതിൽ നിന്നും വെറൈറ്റി ആയിട്ട്, അതിൽ മാക്സിമം വെറൈറ്റി ഞാൻ കണ്ടിരിക്കുന്നത് താങ്കളുടെ പ്രോഗ്രാംസിനാണ്. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക്? പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ മജീഷ്യൻസ് എല്ലാം ഒരു ഭ്രാന്തമായിട്ടുള്ള രീതിയിലാണ് എല്ലാം ചിന്തിക്കുന്നത് തോന്നുന്നു എനിക്ക്. കാരണം അല്ല, അങ്ങനെയാണ്, അതാണ്, അങ്ങനെ ചിന്തിച്ചാലേ നിവൃത്തിയുള്ളൂ. കാരണം മാജിക്കിൽ നമ്മൾ പുതിയ സാധനങ്ങൾ കണ്ടെത്തണം നമുക്ക് അതേ പറ്റുള്ളൂ. ഞാൻ ഇത് പറയുമ്പോഴേ ഇപ്പോൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സിനിമയോട് അത്രമാത്രം ഡീപ്പായിട്ട് ഇഴുകി ചേർന്നിരുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ പറയുകയാണ്. ജോർജ് മല്ലീസ് എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് സിനിമയിൽ ഈ സ്പെഷ്യൽ എഫക്ട്സ് കൊടുത്തുകൊണ്ട് ആദ്യമായിട്ട് സിനിമ ഉണ്ടാക്കുന്നത്. ലോക ചരിത്രത്തിലാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഫോറിനറാണ്. ആ ഫിലിമിൻ്റെ പേര് ട്രിപ്പ് ടു ദി മൂൺ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രീം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനിലേക്കൊരു യാത്ര, ഇതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അദ്ദേഹം കണ്ടെത്തിയ വഴി എന്ന് പറയുന്നത് ഒരു പീരങ്കിക്കകത്ത് അദ്ദേഹത്തെ ലോഡ് ചെയ്യുക, ആക്ടറിനെ ലോഡ് ചെയ്തതിന് ശേഷം ചന്ദ്രനിലേക്ക് നേരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇയാൾ നേരെ പോയിട്ട് ചന്ദ്രനിൽ പോയിട്ട് വീഴും. അപ്പോൾ അതിനകത്ത് മുകളിൽ വീണ് കഴിഞ്ഞ ശേഷം അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ വേറെ ഒരു വികൃതമായിട്ടുള്ള കുറേ രൂപങ്ങളും ജീവികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഈ പപ്പടത്തിൻ്റെ അറ്റത്ത് നിന്ന് താഴോട്ട് ചാടുന്നത് പോലെ ഈ ചന്ദ്രൻ്റെ അറ്റത്ത് ഇങ്ങനെ. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഗോളമല്ല, നേരെ മറിച്ച് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സാധനം. ഇതിൻ്റെ അറ്റത്ത് വന്നിട്ട് ബും എന്നൊറ്റ ചാട്ടമാണ്. ചാടിക്കഴിഞ്ഞാൽ നേരെ താഴെ വന്ന് ഭൂമിയിലേക്ക് വീഴും. ഇങ്ങനെ ഫിലിമുണ്ട്. ആ ഫിലിം എനിക്ക് തോന്നുന്നു 8 മിനിറ്റോ മറ്റേ ഉള്ള സിനിമ. പക്ഷേ അദ്ദേഹമാണ് ആദ്യമായിട്ട് അങ്ങനൊരു കണ്ടെത്തൽ നടത്തിയത്. ഈ ഒരു മജീഷ്യൻ ആ സിനിമ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി. ആ സിനിമ റിലീസായി. പക്ഷേ ആ സിനിമ അദ്ദേഹത്തെ ചീറ്റ് ചെയ്തു. പിന്നെ അവസാനം അദ്ദേഹം മരിക്കുന്ന സമയത്ത് ടോയ്സ് വിറ്റ് നടന്നിട്ട് ജീവിച്ചു, അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് ഇപ്പോൾ. ദി ട്രിപ്പ് ടു ദി മൂൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു അപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമാ രംഗത്ത് പോലും മജീഷ്യൻസിൻ്റെ ഒരു കാലത്ത് കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥവും, അതുപോലെ തന്നെ അത് ഒരു പരിധിവരെ സിനിമയുടെ ഒരു ഗതി മാറ്റിവിടാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. പക്ഷേ അത് തീർച്ചയായിട്ടും നമുക്ക് ഉടനെ ഗോപിയേട്ടനെ കാണണമെങ്കിൽ ഇനി മൂണിലേക്കൊക്കെ വരണം. ഇപ്പം മൂൺ പരന്നിട്ടല്ല, ഇപ്പോൾ വട്ടത്തിലാണ്. അതൊക്കെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ആ കാലത്ത് അദ്ദേഹം ചിന്തിച്ചല്ലോ അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചന്ദ്രനിലേക്ക് ഒരു വെടി വെച്ച് കഴിഞ്ഞാൽ പോകാവുന്ന ദൂരേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ചന്ദ്രനിലേക്ക് പോയപ്പോഴാണ് നമ്മൾ അറിയുന്നത് എത്ര കാലം കഴിഞ്ഞാലും ചന്ദ്രനിൽ എത്തുക എന്നുള്ള കാര്യം അറിയുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നിങ്ങൾ കാത്തിരിക്കുമല്ലോ. ടിൽ ദെൻ, ബൈ ബൈ. സൈനിങ് ഓഫ്, അമൃത ജീവൻ. Why this colaveri day? Why this colaveri day? Rhythm correct. Why this colaveri day? Maintain please. Why this colaveri a day? Distance la moon color white background night color black. Why this colaveri day? Why this colaveri day? White skin girl heart black. Ice meet my future dark. Why this colaveri day? Why this colaveri day? Mama, not so good. Abhi kele snacks hoga. Serious.